എനിക്ക് ചെറിയ അപകടമേ ഉള്ളൂ. മറ്റുള്ള കടക്കാരുടെ രക്ഷ ഒരു സാധനം പോലും എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അതുപോലെ പറഞ്ഞില്ല, ഒരു മുട്ടുസൂചി പോലും എടുത്ത് മാറ്റാൻ പറ്റാത്ത. ഓണത്തിന് വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് പോലും ഇവിടെ മെറ്റീരിയൽസ് വന്ന കടകളുണ്ട്. ഒരുപാട് കടകളിൽ ഓണത്തിൻ്റെ മെറ്റീരിയലെല്ലാം വന്നതാണ്. അതെല്ലാം അവർക്കെല്ലാം ടോട്ടൽ ലോസാണ്. ഇത് ഒരു ഫർണിച്ചർ കടേൻ്റെ കടയ്ക്ക് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു. പുള്ളിക്കാരൻ അതിൻ്റെ ഓണർക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല, ഈ മാമുക്കിനെ പാലമില്ല, അപ്പോഴത്തേക്ക് വെള്ളത്തിലായി പോയി. അല്ല, ടൗൺ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇത് 2018 അതേ സെയിം സീൻ തന്നെയാണ് കാണുന്നത്. കുറച്ചടി വെള്ളത്തിൻ്റെ കുറവുകൂടെ ഉള്ളൂ ഇവിടെ. ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ ഓഫീസ് റൂം, കമ്പ്യൂട്ടർ റൂം, അങ്ങനെ ഇതിനാ മുഴുവൻ പറഞ്ഞില്ലേ വെള്ളം കയറി. പ്രസ്സിനകത്തേക്കുള്ള മിഷനറിക്കകത്തേക്ക് വലിയ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. എങ്കിലും പ്രസ്സിനകത്ത് വെള്ളം കയറി. മിഷനെല്ലാം നേരത്തെ ഉള്ളൊരു പ്രിക്കോഷൻ എന്ന രീതി നമ്മൾ കരുതി വെച്ചിരിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ കമ്പ്യൂട്ടറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലോസായിട്ടുണ്ട്. 2018 കഴിഞ്ഞൊന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു, വീണ്ടും അതിനെക്കാട്ടി മോശമൊരവസ്ഥയിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ബിസിനസ് മോശമായിരുന്നു. അങ്ങനെ പോകുന്നൊരവസ്ഥയിലേക്കാണെന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് കടകളിൽ ഓണത്തിൻ്റെ മെറ്റീരിയലെല്ലാം വന്നതാണ്. അതെല്ലാം അവർക്കെല്ലാം ടോട്ടൽ ലോസാണ്. ഇത് ഒരു ഫർണിച്ചർ കടേൻ്റെ കടയ്ക്ക് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു. പുള്ളിക്കാരൻ അതിൻ്റെ ഓണർക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല, ഈ മാമുക്കിനെ പാലമില്ല, അപ്പോഴത്തേക്ക് വെള്ളത്തിലായി പോയി. കാരണം അതിൻ്റെ ഓണറിന് വരാൻ പറ്റിയില്ല. അതൊക്കെ ടോട്ടൽ ലോസിലേക്കാണ് പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും അതിഭീമമായ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അകത്തെ സിറ്റുവേഷൻ ഇതായിട്ടുണ്ടല്ലേ, ഇത് ഡോർ തുറന്ന് വീണ്ടും കുറച്ചുകൂടെ വെള്ളം അകത്തോട്ട് കയറും, ഓയിലും ഇതെല്ലാം കൂടെ കയറും. ആകെ വെള്ളം കയറി നാശമായി കിടക്കുന്നു. ഇനി ഒരാഴ്ചത്തെ പണി വേണ്ടതാലേ ഇതൊന്നും ശരിയാകത്തുള്ളൂ. ഫർണിഷ് ചെയ്തെടുക്കണം, റീഫർണിഷ് ചെയ്തെടുക്കാൻ വലിയൊരു ഇല്ല. രാത്രി 1:30 മുതലേ ഇത് ചെയ്യുന്നുണ്ട്. 1:30 ആയപ്പോഴേ എഴുന്നേറ്റതാണ്. അത് മുതൽ ഈ സമയം വരെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഒരുപാട് വ്യാപാരികളുമായിട്ട് സംസാരിക്കാൻ പറ്റി, വിളിച്ച് പറഞ്ഞിരുന്നു. രാത്രി തന്നെ ഒത്തിരി പേരെ അലേർട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒത്തിരി പേര്, കുറച്ച് പേർക്കൊക്കെ സാധനം മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ആന്നു ഹെവി. ഇത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ്. ഹൈവേ ഇപ്പോൾ പറഞ്ഞില്ലേ, പുനലൂർ മൂവാറ്റുപുഴ വാട്ടർ വേ ആയിട്ട് മാറിയിരിക്കുക. ഇതിലിപ്പോൾ കൊട്ടവഞ്ചിയിലെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് കാണുമ്പോൾ നമുക്കതാ തോന്നുന്നത്.